ഹനുമാൻ പാറ ഇതെങ്ങനെ വന്നു? ആ ഹൈറ്റ് വെള്ളം വരുമ്പോൾ ആലോചിക്കും എന്തേരം അടി വെള്ളം ഒറ്റപ്പെട്ടു. ഈ പാലത്തെ കൂടെ കയറി പോകാം. കൊത്തിയെടുക്കുന്ന കല്ലുകൾ പുരാതന വെള്ളത്തിനടിയിൽ ഒരുപാട് ചിലകൾ കിടക്കുന്നുണ്ട്. ആനവാതിലൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റക്കല്ലേ തീർത്ത ആനവാതിൽ ഇങ്ങനെ മണ്ട. അതൊക്കെ എങ്ങനെ എടുത്ത് വെച്ചെന്നൊന്നും അറിയില്ല. പണ്ടത്തെ പുസ്തകത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. പഠിച്ചിട്ടില്ലേ പണ്ട് കാലത്തെ? ഒരുപാട് ഇത് കണ്ടോ? ഇപ്പൊ ഒന്ന് മുഖം പറ്റില്ല. ഇത് കണ്ടോ? മനുഷ്യരൂപം ഇത് കണ്ടോ? തല, കയ്യ്, കാലൊക്കെ കണ്ടോ? നൃത്തരൂപമാണ്. ഇതൊക്കെ ഉണ്ടോ? ബോർഡ് പോലെ ഇവിടെയൊക്കെ കുത്തി സമ്മതിക്കണം. അന്നത്തെ കാലത്ത് എങ്ങനെയാണ് നടം. ഈ കിണറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ വെള്ളം കയറുമ്പോൾ ഇവിടം വരെ വെള്ളം വരും, ഇതിന്റെ അടി വരെ വെള്ളം വരും. എന്നിട്ട് അപ്പം ഈ മാലിന്യങ്ങളും എല്ലാം വരില്ല. അങ്ങനത്തെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ കിടന്നത് ഒരു മാലിന്യം കാണുന്നില്ല. ഇത് അയ്യപ്പ പഞ്ചായത്ത്. പഞ്ചായത്ത് അക്കരേന്നും ഇവിടുന്ന് അപ്പുറത്തും ഒക്കെയാണ്. പിന്നെ കോഴിക്കട പറഞ്ഞ സ്ഥലത്തേക്ക് അതും കാഞ്ചാർ പഞ്ചായത്തിൽ പറഞ്ഞ കോഴിയാണ്. അവരുടെ സമുദായക്കാരുടെ ഒരു നേതാവ്. അതിനല്ല ഇവിടം വരെ വെള്ളം വരും. ഇവിടം വരെ വെള്ളം വരുമ്പോൾ പാലത്തിന്റെ അടി മുട്ടാതെ ഇങ്ങനെ ഉയർത്തേക്കുണ്ടോ? അപ്പോൾ ഈ പാലത്തെ കൂടെ കയറി അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടം വരെ വെള്ളം വരുമ്പോൾ നോക്കി ആ വീടിൻ്റെ അടിവശം വരെ വെള്ളം വരും. അവിടെ വീട് കണ്ടോ? അപ്പോൾ എന്തായാലും അടി താഴ്ചയാണ്. കുടിമരത്തിൻ്റെ ഉപ്പത്തിന് വെള്ളം കിടക്കുക. പാലത്ത് കടത്ത് ഷേപ്പ് കണ്ട് മനസ്സിലാക്കുന്നേ. കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെ. പിന്നെ അതിന് പറ്റിയ അരുവികളും തോട്ടങ്ങളും ഇതുണ്ടോ? ഇത് കൂട്ടുള്ള നേച്ചർ മുളക്കാടുകളും എല്ലാം ഉണ്ടല്ലോ. സെറ്റുകളുണ്ടോ?